ഹലോ! കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് ചീനി കിട്ടിയിട്ടുണ്ട്. അപ്പം കിട്ടിയ പാടെ ഞങ്ങൾ കരുതി വേവിക്കാമെന്ന്. എന്തുവായാലും അതിന് വേണ്ടി മീൻ കിട്ടണേന്നായിരുന്നു ഞങ്ങളുടെ 2 പേരുടെയും പ്രാർത്ഥന. കാരണം നമ്മൾ നോക്കിയിരിക്കുമ്പോൾ മീൻ കിട്ടാറില്ല. അതാണല്ലോ അവസ്ഥ. എന്തായാലും നമുക്ക് മീൻ കിട്ടേണ്ട ചെങ്കലവാണേ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ സീസണാണല്ലോ. കഴിഞ്ഞ ആഴ്ച അല്ല ഒരാഴ്ച കൊണ്ടേ അതാണ് നമ്മൾ മീൻ കറിയും മീൻ വറുത്തയായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നത്. ഇന്നെന്തായാലും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞ് കടുകൊക്കെ പൊട്ടിച്ച് വെക്കാമെന്ന്. അങ്ങനെ കടുക് പൊട്ടിച്ച മീൻ കറിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ചട്ടിയിൽ കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചുവന്നുള്ളി, കറിവേപ്പില ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അതിലേക്കുള്ള അരപ്പാണ് റെഡിയാക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി. ചിലവർ മല്ലിപ്പൊടി ചേർക്കാറെന്ന് പറയുന്നത് കേൾക്കാം. പക്ഷേ ഇവിടെ ചേർക്കും കേട്ടോ. അപ്പോൾ അതിനൊരു കുറച്ച് കൊഴുപ്പ് പോലെ കിട്ടത്തുള്ളൂ. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്താണ്ട് നമ്മൾ ആ മൂപ്പിച്ച് വെച്ചേക്കുന്ന അതിലേക്ക് നമ്മൾ ചേർക്കുക. കുറച്ച് വെള്ളം ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ചേർക്കുക. കുറച്ചധികം വെള്ളം ചേർത്തപ്പോൾ നമ്മൾ അത് വറ്റി മീനിലേക്കൊക്കെ അരപ്പൊക്കെ പിടിക്കണമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം പിന്നെ ആ പാത്രത്തോടെ കഴുകിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർക്കാൻ മറക്കേണ്ട. ഉപ്പ് ചേർക്കുന്ന കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ചേർത്ത് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്ന് പറക്കിയിടുക. മീനിൻ്റെ തലയുണ്ട് കേട്ടോ. എനിക്ക് മീനിൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ വകയായിട്ട് 2 കറിവേപ്പില തണ്ടും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഗ്യാസ് അടുപ്പിൽ നിന്ന് നേരെ വിറകടുപ്പിലോട്ട് മാറ്റിയിട്ട് അവിടെ ഇരുന്ന് തിളച്ച് തിളച്ച് വറ്റി വരുമ്പോഴാണ് ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി. ഇനി കൂടെ കുഴച്ച് കഴിക്കാൻ വേണ്ടി നമ്മുടെ ചീനിയും റെഡി. ഇനി അങ്ങോട്ട് തിന്നാൽ മതി.